ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എനിക്കിവിടെ സുഖം തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാവരും കഴിച്ചെന്ന് വിശ്വസിക്കുന്നു. ഞാനും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ചപ്പാത്തിയും സാമ്പാറും ആയിരുന്നു ഞങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ. ചേട്ടായി രാവിലെ ഡ്യൂട്ടിക്ക് പോയി, രണ്ടാമത്തെ മകൻ സ്കൂളിൽ പോയി, മൂത്ത മോന് കോളേജ് അവധി ആയതുകൊണ്ട് ആളിപ്പം വീട്ടിലുണ്ട്. ചെറിയ മകനുമായിട്ട് അപ്പുറത്തെ റൂമിലിരിക്കുന്നു. പിന്നെ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള മെയിനായിട്ടുള്ള കാര്യം, എനിക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. എൻ്റെ യൂട്യൂബ് ജേർണി ആരംഭിച്ചിട്ട് 3 മാസം കഴിഞ്ഞു. കൂട്ടുകാരെ, എല്ലാവരെയും പോലെ എന്താ പറയുക, നമ്മളെപ്പോഴും നമുക്കൊരു സ്വപ്നമുണ്ട്. ഇത് തുടങ്ങുമ്പം നമ്മൾ വിചാരിക്കും എന്ന് എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആകും, ക്രൈറ്റീരിയയുടെ ഫസ്റ്റ് ഘട്ടം നമുക്ക് എന്ന് പൂർത്തീകരിക്കാൻ പറ്റുമെന്നുള്ള ഒത്തിരി സ്വപ്നമുണ്ട് നമുക്ക്. ചിലവർക്കത് പെട്ടെന്ന് പറ്റും, ചിലവർക്ക് കുറച്ച് ലേറ്റ് ആകും. അപ്പോൾ അതിൻ്റെ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറുമാണ് നമുക്ക് യൂട്യൂബിൽ ആവശ്യമായിട്ടുള്ളത്. അതിൽ എന്തുവാണോ ഒരു നിങ്ങളുടെ എല്ലാവരുടെയും സഹായത്തോടെ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല, നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് ഇത്രയും പെട്ടെന്ന് ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ആകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അത് നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹമാണ് അതിനെല്ലാം കാരണം. അപ്പോൾ നിങ്ങളോട് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. ഇത്രയും പെട്ടെന്ന് എനിക്കൊരു 1000 സബ്സ്ക്രൈബേഴ്സ്, ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പം 1000 എന്നല്ല 1100 ആവാറായിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ്. ഇത് എനിക്ക് ഒരാഴ്ചയ്ക്ക് മുമ്പേ ആയതാണ്. ഞാൻ ഇച്ചിരി ലേറ്റായി, എങ്കിലും ഞാൻ നിങ്ങളോടൊക്കെ നന്ദി പറയണമല്ലോ, അതിന് ഞാൻ ബാധ്യസ്ഥയാണ് നന്ദി പറയാൻ. ഇപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് എന്നല്ല, നമ്മളൊരു 1K ഫാമിലിയാണ്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്ത സന്തോഷം. എന്നെ അറിയാത്തവർ, അതായത് എൻ്റെ കുടുംബക്കാരോ സ്വന്തക്കാരോ എൻ്റെ കൂട്ടുകാരോ ഒന്നുമല്ല. ഞാൻ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഞാനങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടെന്നും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഒന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ കൂട്ടുകാർക്കും ഫ്രണ്ട്സിനും ഒന്നും ഇപ്പോഴും അറിയില്ല ഞാനിങ്ങനെ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ എന്നെ അറിയാത്ത, ഞാൻ അറിയാതെ എന്നെ സ്നേഹിക്കുന്ന, അതായത് എൻ്റെ വീഡിയോ കണ്ട് എന്നെ ഇഷ്ടപ്പെട്ട ആരാണെന്ന് പോലും എനിക്കറിയത്തില്ല, ആരായാലും അവരോടെല്ലാം 1000 നന്ദി എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അർപ്പിക്കുന്നു. ഇനി മുന്നോട്ടുള്ള എൻ്റെ ജേർണിയിലും ഇതുപോലെ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലൊക്കെ പറഞ്ഞ് തിരുത്തി എൻ്റെ ഒപ്പം നിങ്ങളുണ്ടായിരിക്കണം. അതുപോലെ മുന്നോട്ട് എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെയും എന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ ചെയ്യുമെന്നാണ് എൻ്റെ ഉറപ്പ്. എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളോട് 1000 നന്ദി പറഞ്ഞാലും തീരത്തില്ല. അത്രയ്ക്ക് സ്നേഹമുണ്ട്, അത്രയ്ക്ക് സ്നേഹം. ഏതെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തത്. ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അംഗീകാരമാണിത്. 1000 സബ്സ്ക്രൈബേഴ്സ് എല്ലാ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്കും ഉണ്ടാവുന്ന ഒരാഗ്രഹമാണ്. നമ്മുടെ ഈ 1000 സബ്സ്ക്രൈബേഴ്സ് 4000 വാച്ച് അവർ. ഇനി എനിക്ക് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം എനിക്ക് വേണം. എൻ്റെ വീഡിയോ കാണുമ്പോൾ ഇത് മറ്റുള്ളവരിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രമിക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. ഇപ്പം എനിക്ക് തന്ന സ്നേഹം മുന്നോട്ടും നിങ്ങൾ എനിക്ക് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പേരെന്താണെന്നോ ഞാൻ എവിടെയാണ് താമസിക്കുന്നതെന്നോ എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊന്നും ആർക്കും അറിയില്ലായിരിക്കും. ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാൻ ഷെയർ ചെയ്യണമല്ലോ, അത് അത്യാവശ്യവുമാണ്. എൻ്റെ പേര് ജിൻസി തോമസ്. ഞാനിപ്പം ഡൽഹിയിലാണ് താമസിക്കുന്നത്. ഹസ്ബൻഡ് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഞാനൊരു ഹൗസ് വൈഫാണ്.
പിന്നെ എനിക്ക് 3 മക്കളാണുള്ളത്. മൂത്ത മകൻ എൻജിനീയറിങ്ങിന് 3rd ഇയർ പഠിക്കുന്നു. രണ്ടാമത്തെ മകൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മൂന്നാമതൊരു മകനുണ്ട്, അവനിപ്പോൾ 2 വയസ്സ്. ഇതാണ് എൻ്റെ ചെറിയൊരു കുടുംബം. സന്തോഷമായിട്ട് പോകുന്നു. വീട്ടമ്മയായ എന്നെക്കൊണ്ട് ഇതൊക്കെ സാധിച്ചു എന്നുള്ളതാണ് സത്യം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തോരം പരിമിതമായ ഒരു സാഹചര്യത്തിലൂടെയാണ് വീഡിയോ പിടിക്കുന്നത് എന്നുള്ളത്. നമുക്കിവിടെ നാട്ടിലെ പോലുള്ള സൗകര്യങ്ങളൊന്നുമില്ല. വെറും 2 മുറിയും ഒരു അടുക്കളയുമാണുള്ളത്. ഈ 2 മുറിയിൽ നമ്മളൊരു വീഡിയോ പിടിക്കണമെങ്കിൽ അടുക്കളയെന്ന് പറഞ്ഞാൽ തീരെ ചെറിയൊരു അടുക്കളയാണ്. അതിനകത്ത് നിന്ന് വീഡിയോ പിടിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എനിക്ക് ഒരാൾക്ക് നിൽക്കാൻ പറ്റും അടുക്കളയ്ക്ക്, അത് അത്ര സ്പേസേ ഉള്ളൂ. പിന്നെ ഉള്ളത് 2 റൂമാണ്. അതിൽ ഇപ്പറേ ആരെങ്കിലും കാണും, അപ്പുറത്തെ മുറിയിൽ ആരെങ്കിലും കാണും, സംസാരമായി ബഹളമായി നമുക്ക് അങ്ങനെ ഇരുന്നൊരു വീഡിയോ പിടിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ ഈ വീഡിയോ ഒക്കെ പിടിക്കുന്നത്. അന്നേരം എനിക്ക് ഒത്തിരി 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 പറഞ്ഞാലും തീരാത്തത്ര സന്തോഷമുണ്ട്. എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് തികയ്ക്കാൻ സാധിച്ചതിൽ. അതിൽ നിങ്ങളോട് ഓരോരുത്തരോടും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി. എത്ര പറഞ്ഞാലും തീരാത്ത നന്ദി. എൻ്റെ ശക്തി എന്ന് പറയുന്നത് ഇതുവരെ എന്നെ സ്നേഹിച്ച നിങ്ങളാണ്. അതുപോലെ നിങ്ങൾ ഇനിയും എന്നെ മുന്നോട്ട് സ്നേഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2024 ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. 2025 വരുന്ന വർഷം എല്ലാവർക്കും നല്ലൊരു വർഷമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ 2025 എനിക്കും ഒരു നല്ല വർഷമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തോട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതുവരെ എനിക്ക് തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും 1000 നന്ദി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.